സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ആഗോള അയ്യപ്പ സംഗമം നമ്മുടെ ശബരിമലയിൽ നടന്നു. അതിനെപ്പറ്റി പല ചർച്ചകളുമൊക്കെ ഉണ്ടായി. ഏതായാലും അതിനൊക്കെ മുമ്പ് എനിക്ക് പറയുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ഒരു ശബരിമലയിലെ ഒരു ശരണം വിളിയോടുകൂടി നമുക്ക് തുടങ്ങാം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ നായർ കാനന്ദമൂർത്തി കാശി രാമേശ്വരം പാണ്ഡി മലയാളനാട് അടക്കി വാണിടുന്ന ഹരിഹരസൂദൻ അയ്യനയ്യപ്പ ശബരിമല ശ്രീ ധർമ്മശാസ്താവ് ആനന്ദമൂർത്തിയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പകാലം തൊട്ട് ശീലിച്ചൊരു അത് സംഗമമൊന്നും നടത്തിയിട്ടൊന്നുമല്ല. ഞങ്ങളൊക്കെ ഇത് കൊച്ചിലെ തൊട്ട് വിളിക്കുന്ന നോക്കിയാൽ ഞങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇന്ന് അനിയൻ ബാബയും ചേട്ടൻ ബാബയും കൂടി ഒരു കാറിൽ അവിടെ ചെന്നിട്ട് ഇവരെ അങ്ങോട്ട് പരസ്പരം ഒരാളെ വിശ്വാസിയല്ല എന്നൊക്കെ ഇതുവരെ നടിച്ചുകൊണ്ടിരുന്ന ഒരാളെ പറ്റി മറ്റേയാൾ പറയുകയാണ്, ഇദ്ദേഹം ആരും അറിയാതെ 2 പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുണ്ട്. അതുപോലെ ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും വിശ്വാസികളാണ്. അപ്പോൾ ഇവർ ഒരു കാറിൽ ചെന്ന് ഇറങ്ങിയപ്പം തന്നെ മനസ്സിലായി, മറ്റേ പുള്ളി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറയാവോ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇത് എല്ലാം പറയിപ്പിച്ച് പുള്ളി ചെന്ന് അതുപോലെ തന്നെ പറഞ്ഞു. ഇതൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലോകം. ഇവർക്കൊന്നും വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസികളൊന്നും അയ്യപ്പോൾ ഈ സംഗമമൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. ടൂറിസ്റ്റ് കേന്ദ്രം അത് നടക്കുന്നുണ്ട്. വിശ്വാസികളൊക്കെ പണ്ട് തൊട്ടേ പൊയ്ക്കൊണ്ടിരുന്നതാണ്, പോവുകയും ചെയ്യും, ഇനിയും പോകും. ഇവരൊക്കെ കൂടെ ഈ അയ്യപ്പനെ നശിക്കത്തില്ല. അയ്യപ്പൻ ഒരിക്കലും നശിക്കത്തില്ല. അയ്യപ്പൻ കാരണം ഇവർക്കൊക്കെ ഇനിയും കെടുതികളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു ദൈവമാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ അനുഗ്രഹാശീസ്സുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ആ അയ്യപ്പനെ തള്ളിപ്പറഞ്ഞവരാണ് ഇപ്പം ഈ പുകഴ്ത്തി പറയാനായിട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്.